നമസ്കാരം, ഗുഡ് മോർണിംഗ്. ആദ്യം തന്നെ ഒരുപാട് സന്തോഷമുണ്ട് വേൾഡ് മലയാളി ഫെഡറേഷൻ്റെ വോയിസ് ഓഫ് വുമൺ സഹയിൽ സംസാരിക്കാൻ പറ്റുന്നതിലും ഇവിടെ വന്ന് നിങ്ങളെയൊക്കെ കാണാൻ കഴിഞ്ഞതിലൊക്കെ. വീടിന് പുറത്തേക്ക് പോകുന്നത് സ്വപ്നം കാണാൻ പോലും അവകാശമില്ലാതിരുന്നൊരു പെൺകുട്ടി ഇത്രയും ദൂരം വന്ന് നിങ്ങളോട് സംസാരിക്കുന്നു എന്നതിൽ കവിഞ്ഞൊരു സന്ദേശമൊന്നും ഇന്ന് എനിക്ക് നിങ്ങൾക്ക് തരാനില്ലാന്ന് തോന്നുന്നു. നമ്മൾ ഡിസബിലിറ്റിയെക്കുറിച്ച് പല സ്ഥലങ്ങളിൽ പല ആളുകളായിട്ട് സംസാരിച്ച് വരുന്നൊരു വിഷയമാണ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞോട്ടെ, ഞാൻ ഒരിക്കലും ഡിഫറെൻ്റ്ലി ഏബിൾഡ് എന്നോ സ്പെഷ്യലി ഏബിൾഡ് എന്നോ അല്ലെങ്കിൽ ഫിസിക്കലി ചാലഞ്ചഡ് എന്നൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല. ഞാൻ യൂസ് ചെയ്യാറുള്ളത് ഡിസബിലിറ്റി എന്ന വേർഡ് തന്നെയാണ്. കാരണം എനിക്ക് നടക്കാൻ പറ്റില്ല എന്നുള്ളത് റിയാലിറ്റിയാണല്ലേ. അതിൽ നമ്മളിപ്പം ഡിഫറെൻ്റായിട്ട് അതിനെ റൊമാൻറ്റിസൈസ് ചെയ്ത് പറഞ്ഞത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മളതിനെ ഗ്ലോറിഫൈ ചെയ്തത് കൊണ്ടോ ആ ഒരു അവസ്ഥ ഇല്ലാതാവുന്നില്ല. അതൊരു റിയാലിറ്റി തന്നെയാണ്. അപ്പം ഞാനതിനെ അക്സെപ്റ്റ് ചെയ്തതുപോലെ എൻ്റെ ഡിസബിലിറ്റിയെ സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് വരണം. എന്നെപ്പോലുള്ള ആളുകൾക്ക് അവർക്ക് എന്താണോ ആവശ്യം അത് ചെയ്തു കൊടുക്കണം എന്നാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന ടേം ഡിസേബിൾഡ് എന്നായിരിക്കും. അത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഞാൻ ഡിസബിലിറ്റി എന്ന് യൂസ് ചെയ്തത് കൊണ്ട് എല്ലാ ഡിസേബിൾഡ് ആളുകളും അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. അത് അവരുടെ പേഴ്സണൽ ചോയ്സാണ് കേട്ടോ. നമുക്കതിൽ ചില ആളുകൾക്ക് ഡിഫറെൻ്റ്ലി ഏബിൾഡ് എന്ന് പറയുമ്പോഴായിരിക്കും അവർക്ക് കോൺഫിഡൻറ്റ് കിട്ടുന്നത്. അപ്പം അങ്ങനെ ഇരിക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഡിസേബിൾഡായിട്ട് ജനിച്ച് ഡിസേബിൾഡായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമുള്ളൊരു കാര്യമല്ല. നമ്മൾ ഒരുപാട് സ്ട്രഗിൾസ് നമ്മുടെ ലൈഫിൽ വരും. ഒരു നോൺ ഡിസേബിൾഡ് പേഴ്സൺ ഫേസ് ചെയ്യുന്നതിനേക്കാളും ഒരു ഇരട്ടി സ്ട്രഗിൾസ് നമ്മൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം നമ്മളുടെ സൊസൈറ്റി ഒട്ടും ഡിസേബിൾഡ് ഫ്രണ്ട്ലി അല്ല. പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യയിലോട്ടോ അല്ലെങ്കിൽ കേരളത്തിലോട്ടോ പോകുമ്പോൾ ആളുകൾക്ക് ഇപ്പം ഒരുപാട് മാറ്റം വരുന്നുണ്ട്. എന്നാൽ പോലും അത് പൂർണ്ണമായിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മളെപ്പോലുള്ള ആളുകൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഇപ്പോഴും സൊസൈറ്റി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഒരു വലിയ സങ്കടം. ഞാൻ നേരത്തെ മേരി ആൻറ്റി പറഞ്ഞതുപോലെ ഞാൻ ഓസ്റ്റിയോജെനസിസ് ഇംപെർഫെക്റ്റ എന്ന് പറയുന്ന അസുഖമാണ് എനിക്ക്, ബ്രിട്ടിൽ ബോൺ ഡിസീസ്. ഞാൻ വലിയൊരു സ്പീക്കറൊന്നും അല്ല കേട്ടോ. ഞാൻ നിങ്ങളെൻ്റെ ഫാമിലിയായി കണ്ടിട്ട് എൻ്റെ കഥ പറയാന്നുള്ളത് മാത്രമാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ബ്രിട്ടിൽ ബോൺ ഡിസീസായിട്ടാണ് ജനിച്ചത്. അതായത് ബോണിന് സ്ട്രെങ്ത് ഇല്ല. നമ്മളൊരു കമ്പൊടിക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു എഗ്ഗിൻ്റെ ഷെല്ല് പൊട്ടുന്നില്ല, അതേപോലെയൊക്കെയാണ് എൻ്റെ എല്ലൊടിഞ്ഞു പോവുക. അത്രയും തിന്നാണ്, അത്രയും സ്ട്രെങ്ത് കുറവാണ് എല്ലുകൾക്ക്. അപ്പം ഞാൻ ജനിച്ചിട്ട് 3-ാമത്തെ ദിവസമാണ് ആദ്യത്തെ ഫ്രാക്ചർ വരുന്നത്. അപ്പം 3rd ഡേയിൽ ഫ്രാക്ചർ വന്നു. എൻ്റെ അപ്പാക്കും ഇതൊരു ജനറ്റിക് ഡിസോർഡറാണ്. എൻ്റെ അപ്പാക്കും ഇതേ ഒരു അസുഖമാണ്. പക്ഷെ അന്നൊന്നും ഇതൊരു ജനറ്റിക് ആണെന്നോ അല്ലെങ്കിൽ ഇതിന് ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ എന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പം നേരെ മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുവന്നു. അവിടെ നമ്മൾ ട്രാക്ഷൻ എന്ന് പറയും, ഈ മെഡിക്കൽ ഫീൽഡിലുള്ള ആളുകൾക്ക് മനസ്സിലാവും. നമ്മൾ 3-ാമത്തെ ദിവസം എൻ്റെ കാലുകൾ ഇങ്ങനെ കെട്ടിയിട്ടേക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് എൻ്റെ ഉമ്മച്ചി എനിക്ക് പാല് തരാറുണ്ടായിരുന്നത് ഇങ്ങനെ മുട്ടിൽ കുത്തിയിരുന്നിട്ടായിരുന്നു എന്ന്. അപ്പം ഞാൻ ഇപ്പോഴും ഇങ്ങനെ ആലോചിക്കാറുണ്ട്, ജനിച്ചിട്ട് 3-ാമത്തെ ദിവസം എനിക്ക് എത്ര വലുപ്പം ഉണ്ടാവും. അപ്പം ആ ഒരു സമയത്ത് ഇങ്ങനെ ട്രാക്ഷൻ പോലുള്ള ഒരു പ്രൊസീജിയറിലൂടെ കടന്നു പോവുക. അതിനുശേഷം ഒരുപാട് ഫ്രാക്ചേഴ്സ് ആയിരുന്നു. ഒരു 50ഓളം തവണ എൻ്റെ എല്ലുകൾ പൊട്ടിയിട്ടുണ്ട്. നമ്മൾ തുമ്മിയാൽ ഫ്രാക്ചർ, നമ്മൾ എൻ്റെ സിബ്ലിങ്സിൻ്റെ കൂടെ കളിക്കുമ്പം എന്ത് ചെയ്താലും അത് എൻ്റെ ഈ ഒരു ഫ്രാക്ചറിലായിരുന്നു. അതുകൊണ്ട് എൻ്റെ ചൈൽഡ്ഹുഡൊക്കെ ഭയങ്കര ലോൺലിനെസ് ആയിരുന്നു. ഞാൻ എപ്പോഴും കരഞ്ഞ് അല്ലെങ്കിൽ വേദന എടുത്ത് അങ്ങനെയായിരുന്നു എൻ്റെ ചൈൽഡ്ഹുഡൊക്കെ കടന്നു പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ലൈഫിൽ എന്തെങ്കിലും ഒരു നഷ്ടം, ബാക്കിയുള്ള എല്ലാ കാലങ്ങളും ഞാൻ ആസ്വദിച്ചിട്ടുണ്ട്. പക്ഷേ ജീവിതത്തിൽ എൻ്റെ ഏറ്റവും വലിയ നഷ്ടം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ എപ്പോഴും പറയാറുള്ളത് എൻ്റെ ചൈൽഡ്ഹുഡ് എന്നാണ്. അപ്പം അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് ഇതുപോലെ സൊസൈറ്റിയുടെ മുന്നിലോട്ട് വരിക എന്നൊന്നും പറയുന്നത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ എൻ്റെ ഫാമിലി, എൻ്റെ അപ്പ എൻ്റെ ഉമ്മച്ചി ഒരു തീരുമാനം എടുത്തു, എന്നെ പഠിപ്പിക്കണം. ഞാനിത് പറയുന്നത് 10-28 വർഷം മുന്നേ ഉള്ള ആ ഒരു അവസ്ഥയെക്കുറിച്ചാണ്. അപ്പം ആ ഒരു കാലത്ത് ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടി ജനിച്ചാൽ റൂമിൻ്റെ ഉള്ളിലേക്ക് ഒതുങ്ങി പോകുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷെ അവർ തീരുമാനിച്ചു എന്നെ എഡ്യൂക്കേഷൻ തന്നിട്ട് മുന്നോട്ട് കൊണ്ടുപോരുക. എൻ്റെ അപ്പയ്ക്ക് എന്തൊക്കെയാണോ നഷ്ടമായത് അത് എന്നിലൂടെ നേടിയെടുക്കുക എന്നുള്ളതായിരുന്നു അപ്പയുടെ ഒരു ഡിസിഷൻ. എൻ്റെ ജീവിതത്തിൽ അവരെന്നോട് കരുണ കാണിച്ച പോലെ വേറൊരാളും കരുണ കാണിച്ചിട്ടില്ല. അവരെനിക്ക് ചെയ്തു തന്നിട്ടുള്ള ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത് എനിക്ക് എഡ്യൂക്കേഷൻ തന്നു എന്നുള്ളതാണ്. പക്ഷേ അതൊട്ടും എളുപ്പമായിരുന്നില്ല. കാരണം
ഞാൻ ഫിനാൻഷ്യലി ഭയങ്കര പുറകോട്ട് നിൽക്കുന്ന ഒരു ഫാമിലിയാണ്. ഞങ്ങൾ 4 മക്കളായിരുന്നു. അപ്പം അന്നന്നത്തെ ഭക്ഷണത്തിന് പോലും പൈസ കണ്ടെത്തേണ്ടിരുന്ന ഒരു ഫാമിലിക്ക് എൻ്റെ എഡ്യൂക്കേഷൻ അഫോർഡ് ചെയ്യുക. കാരണം എനിക്ക് എല്ലാ കുട്ടികളെയും പോലെ സ്കൂളിൽ നടന്നു പോകാൻ പറ്റില്ല. എനിക്ക് ഓട്ടോ വേണം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ട്രാവൽ ചെയ്യാനുള്ള ഫെസിലിറ്റി വേണം. അപ്പം എന്നെ അന്നൊക്കെ ഉമ്മച്ചി സ്കൂളിൽ കൊണ്ടുപോകാറുണ്ടായിരുന്നത് ഒരു കയ്യിലെടുത്ത് മറ്റൊരു കയ്യിൽ ബാഗ് പിടിച്ചിട്ട് 1 കിലോമീറ്റർ ദൂരത്തോളം നടക്കും. എന്നിട്ട് വയ്യാതാകുമ്പം ഒരു സ്ഥലത്തിരുത്തും, പിന്നെ കിതപ്പ് മാറ്റിയിട്ട് പിന്നെ എടുത്തു കൊണ്ടുപോകും. അത്രയും സ്ട്രഗിൾ സഹിച്ചാണ് എനിക്ക് എഡ്യൂക്കേഷൻ ആ ഒരു കാലത്ത് തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ പക്ഷെ ഞാൻ എൻ്റെ ആ ഒരു ചൈൽഡ്ഹുഡിലൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് സ്കൂളിൽ പോയാൽ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറും, എനിക്ക് കൂട്ടുകാരെ കിട്ടും, എനിക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷേ സ്കൂളിലെത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഒരു ചെയർ ഇട്ടിട്ട് ഒരു കോർണറിലോട്ടും ഇങ്ങനെ മാറ്റിയിരുത്തുമായിരുന്നു ചെയ്തത്. അത് അവരെ മോശം പറയുകയോ അവരെ ബ്ലെയിം ചെയ്യുകയോ അല്ല. കാരണം അങ്ങനെയാണ്, അവർക്ക് ഫ്രാക്ചർ വന്നാൽ അവർക്കത് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഇരുന്ന കുറേ വർഷങ്ങൾ, ഒരു 6ാം ക്ലാസ്സൊക്കെ ആയ സമയത്താണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല. ഞാൻ ഇങ്ങനെ ഇരുന്നാൽ സൊസൈറ്റി എന്നെ മാറ്റി നിർത്തും എന്നുള്ള കാര്യം ഉറപ്പാണ്. എനിക്ക് കൂട്ടുകാരെ കിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് സംസാരിക്കാൻ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. പക്ഷെ ആ ഒരു സമയമായപ്പം ഞാൻ തീരുമാനമെടുത്തു, ഞാൻ എന്താണോ അത് മതി, ഞാൻ മുന്നോട്ട് വരിക എന്നുള്ളത്. അപ്പം ഞാൻ എല്ലായിടത്തും പോകുമ്പോഴും എല്ലാവരോടും പറയുന്ന ഒരു കാര്യം എന്താണെന്നുള്ളത്, നമ്മളിങ്ങനെയാണ്, നമ്മളിങ്ങനെ ജനിച്ചു, നമുക്ക് ഇത്രയൊക്കെയാണ്, ഇത്ര കഴിവും ഇത്ര കഴിവുകേടുകളും തന്നിട്ടുണ്ട്. അപ്പം അതിൽ നമുക്ക് ചേഞ്ച്, നമുക്ക് ഈ ഒരു ഫിസിക്കൽ അവസ്ഥയെ നമുക്ക് മാറ്റിമറിക്കാനൊന്നും പറ്റില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മളെന്താണോ അതിനെ സ്നേഹിച്ച് മുന്നോട്ട് വരാമെന്നുള്ളതാണ്. അപ്പം നിങ്ങൾ എന്നെ കേൾക്കുമ്പോഴും എനിക്ക് ആദ്യം പറയാനുള്ളത് ആ ഒരൊറ്റ കാര്യം തന്നെയാണ്. നമ്മളെ സ്നേഹിക്കുക, നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുക, നമ്മളെ അക്സെപ്റ്റ് ചെയ്യുക എന്നതിൽ വലിയൊരു വിപ്ലവമൊന്നും ഈ ലോകത്തില്ലാന്ന് തോന്നുന്നു. നമ്മളെ സ്നേഹിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ വിപ്ലവം. അപ്പം അത് തന്നെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു വലിയ ടേണിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡോക്ടർ ആവുക എന്നുള്ളത് എൻ്റെ വലിയ ഡ്രീമായിരുന്നു. കാരണം ഞാൻ അതിനു മുന്നേ വേറെ എന്തെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ എൻ്റെ കുഞ്ഞപ്പം തൊട്ട് എപ്പോഴും എല്ലാവരോടും പറയാറുണ്ടായിരുന്നത് എനിക്ക് ഡോക്ടർ ആവണം, എനിക്ക് ഡോക്ടർ ആവണം. അപ്പോൾ എല്ലാവരും പറയും സുനോ തന്നെ വീട്ടിൽ വിളിക്കുക. അപ്പോൾ ഇങ്ങനെ പറയും, നീ ഡോക്ടറായിട്ട് ഞങ്ങൾക്ക് മെഡിസിനൊക്കെ തരണം കേട്ടോ, അങ്ങനെയൊക്കെ പറയും. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു എൻകറേജ്മെൻ്റ് ആണ്. അവർ മനസ്സിലെന്ത് വിചാരിച്ച് പറയുന്നു എന്നുള്ളതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ മാറ്ററല്ല. ഞാൻ അവർ വിശ്വസിക്കുന്നുണ്ട്, അപ്പോൾ എനിക്ക് പറ്റും. അങ്ങനെയായിരുന്നു ഞാൻ കുഞ്ഞാപ്പമൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഈ നമ്മൾ വെക്കേഷനൊക്കെ ആകുമ്പോഴത്തേനും ഞാൻ എന്തെങ്കിലും കുരുത്തക്കേടുകൾ ഒപ്പിക്കും, എനിക്ക് ഫ്രാക്ചർ ആകും. അപ്പം എല്ലാവരും ബന്ധുവീടുകളൊക്കെ പോകുന്നതിന് വരെ ഞാൻ പോകാറുണ്ടായിരുന്നത് ഹോസ്പിറ്റലിലോട്ടായിരുന്നു. അപ്പം മെഡിക്കൽ കോളേജിൽ ഓർത്തോ വാർഡ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഓർത്തോ വാർഡ് എന്ന് പറയുന്നത് ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ള ഒരു ഏരിയ. അപ്പം നമുക്ക് ബെഡൊന്നും കിട്ടില്ല, നമ്മളിങ്ങനെ പായൊക്കെ വിരിച്ച് കിടക്കും. അപ്പോൾ ഡോക്ടേഴ്സൊക്കെ ഇങ്ങനെ വരുന്നത് നമ്മളിങ്ങനെ ദൂരെ നിന്നൊക്കെ നോക്കി കാണും, അയ്യോ ഭയങ്കര ഒരു രസമാണല്ലോ. അപ്പം ആദ്യം ഇങ്ങനെയുള്ള ഒരു ഇഷ്ടം പിന്നീട് അവരെപ്പോലെ എനിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരു വലിയ ആഗ്രഹമായിട്ട് മാറി. പക്ഷേ അത് ഒട്ടും ഈസി ആയിരുന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ലൈഫിൽ ഞാൻ ഒരിക്കലും ഒരു സേഫ് സോണിൽ ഇരുന്നിട്ടേ ഇല്ല, എപ്പോഴും സ്ട്രഗിളായിരുന്നു. ഞാൻ ഒരു പ്രശ്നം വരുന്നു, അതിനൊന്ന് ഓവർകം ചെയ്യുമ്പോഴത്തേനും അടുത്തത് വരും. അങ്ങനെയാണ് എൻ്റെ ലൈഫ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ 10ാം ക്ലാസ് എക്സാം കഴിഞ്ഞിട്ട് നമ്മൾ സയൻസ് എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം. അപ്പം എക്സാമിൻ്റെ ഒരു 6 മാസം മുന്നേ എനിക്ക് ഫ്രാക്ചറായി. അത് ആദ്യത്തെ തവണ, എല്ലാ തവണ ഒരു കാലൊക്കെ പൊട്ടാറുള്ളത്, അല്ലെങ്കിൽ ഒരു കാല് പൊട്ടിയിട്ട് കെട്ടുമ്പോഴേക്കാണ് അടുത്ത കാല് ഫ്രാക്ചർ ആവാറുണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു സമയത്ത് 2 കാലും ഫ്രാക്ചറായി. അതുകൊണ്ട് തന്നെ യൂണിയനൊക്കെ ഒരുപാട് വൈകി, എനിക്ക് സ്കൂളൊന്നും പോകാൻ പറ്റിയില്ല. എൻ്റെ ഫാമിലിക്ക് ഒരിക്കലും ഒരു ട്യൂഷൻ ടീച്ചർ വീട്ടിൽ വന്ന് പഠിപ്പിക്കുക എന്നുള്ളതൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ആകെ ഉണ്ടായിരുന്ന ഒരു ഓപ്ഷൻ സ്വയം ഇരുന്ന് പഠിച്ച് എക്സാം എഴുതുക എന്നുള്ളതായിരുന്നു. എന്നെ എക്സാമിനൊക്കെ എടുത്തുകൊണ്ട് പോയത് ഇങ്ങനെ കൈകളിൽ മലർത്തി എടുത്തിട്ടാണ്. അപ്പം അതിൻ്റെ അടിയിൽ ഒരു പലക വെക്കും, കാരണം ഇങ്ങനെ അനങ്ങിപ്പോയാൽ വീണ്ടും വേദനയാവുമല്ലോ, യൂണിയൻ ഡിലേ ആവുമല്ലോ എന്നൊക്കെ ഓർത്തിട്ട്. അപ്പം അത്രയും പെയിൻ സഹിച്ചിട്ടാണ് ഞാൻ എക്സാമൊക്കെ എഴുതുന്നത്. അപ്പം എക്സാം എഴുതിയിട്ട് എനിക്ക് എല്ലാവരും ഫുൾ A+ ഒക്കെ പ്രതീക്ഷിച്ചു. പക്ഷേ എനിക്കറിയായിരുന്നു എനിക്ക് അത്രയൊന്നും പറ്റില്ല.
കാരണം ഞാൻ ഒറ്റയ്ക്കിരുന്ന സ്കൂളിൽ പോയി കുട്ടികൾ പഠിക്കുന്നു, ട്യൂഷന് പോയി കുട്ടികൾ പഠിക്കുന്നു, പക്ഷേ ഞാൻ സ്വയം ഇരുന്ന് പഠിച്ചിട്ട് എനിക്ക് 85% മാർക്ക് ഉണ്ടായിരുന്നത്. എനിക്ക് ഇപ്പോഴും ഭയങ്കര അഭിമാനമാണ് അത് പറയുമ്പോൾ. എന്താണെന്നറിയാമോ, ഞാൻ സ്വയം ഇരുന്ന് പഠിച്ച് വാങ്ങിയൊരു മാർക്കാണല്ലേ. മറ്റ് കുട്ടികളെപ്പോലെയുള്ള ഫെസിലിറ്റീസ് ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ സയൻസിന് അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോഴൊക്കെ അവർ പറഞ്ഞത് സയൻസിന് അഡ്മിഷൻ എടുക്കേണ്ട, എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ്. ഉമ്മച്ചിയാണ് പോയിട്ടുണ്ടായിരുന്നത്. ഉമ്മച്ചി തിരിച്ചു വന്നിട്ട് എന്നോട് പറഞ്ഞു, സുനു ഇവരിങ്ങനെയാണ് പറയുന്നത്, ഉമ്മച്ചിക്ക് കൊമേഴ്സ് എന്താ ഹ്യൂമാനിറ്റീസ് എന്താണെന്ന് ഇപ്പോഴും അറിയില്ല. ഉമ്മച്ചി എൻ്റെ കൂടെ ആണ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഉമ്മച്ചി എനിക്ക് അതൊന്നും എടുത്താൽ എനിക്ക് പഠിക്കാൻ പറ്റില്ല, ഡോക്ടറാകാൻ പറ്റില്ല, എനിക്ക് സയൻസ് തന്നെ വേണം. അങ്ങനെ രണ്ടാമതും പോയിട്ട് അപ്ലൈ ചെയ്യുന്നു, സയൻസിന് അഡ്മിഷൻ കിട്ടുന്നു. ആദ്യം തന്നെ നമ്മൾ ടീച്ചേഴ്സൊക്കെ ക്ലാസ്സിൽ വരുമ്പം ഭയങ്കര അത്ഭുതമാണ്. ഈ കുട്ടീനെ ഞങ്ങൾ എങ്ങനെ പഠിപ്പിക്കും, അല്ലെങ്കിൽ ഇതിന് പ്രാക്ടിക്കൽസൊക്കെ ചെയ്യാൻ പറ്റും, ഇങ്ങനെയൊക്കെയുള്ള ഒരിതാണ് അവർക്ക്. അപ്പം എനിക്ക് ഭയങ്കര സങ്കടം വന്നു. എനിക്ക് എല്ലാവരും എന്നെ തന്നെ നോക്കുന്നു, എനിക്ക് പറ്റില്ല എന്ന് പറയുന്നു. അപ്പം പക്ഷെ അവരെനിക്ക് എന്തൊക്കെ പറ്റില്ല എന്ന് പറഞ്ഞോ അതിലൊക്കെ ഫുൾ മാർക്ക് നേടിയിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നത്. അപ്പം അത് എൻ്റെ മാത്രം ഒരു ഇതാണെന്നല്ല, എൻ്റെ കൂടെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് നോൺ ഡിസേബിൾഡ് ആയിട്ടുള്ള കൂട്ടുകാരുണ്ടായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ പറയാറില്ലേ, പൗലോ കുലോ പറഞ്ഞതുപോലെ, അത് ചില ആളുകൾക്കൊക്കെ അത് വെറും വായിച്ചിട്ടോ ഇങ്ങനെയൊന്നും നടക്കില്ല എന്ന് വിചാരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നത്, നമ്മൾ എന്തെങ്കിലും ഒരു സ്വപ്നം കണ്ടാൽ അത് കീഴടക്കാൻ നമ്മളുടെ കൂടെ ഈ ലോകം മൊത്തം നിൽക്കുമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷെ അതിന് ക്രിട്ടിസൈസ് ചെയ്യാനും ആൾക്കാരുണ്ടാവും കേട്ടോ, നമ്മളെ നെഗറ്റീവ് പറഞ്ഞും പിന്നോട്ട് വലിക്കാനും ആൾക്കാരുണ്ടാവും. പക്ഷെ നമ്മളൊരു തീരുമാനമെടുത്ത് മുന്നോട്ട് വന്നാൽ എനിക്ക് തോന്നുന്നു പിന്നെ അതിനെ അംഗീകരിച്ച് അതിനെ ചേർത്ത് പിടിക്കുന്ന ഒരുപാട് നല്ല മനുഷ്യർ ഇപ്പോൾ ലോകത്ത് ബാക്കിയുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അത് കഴിഞ്ഞു, നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ എൻട്രൻസിന് ആദ്യം അപ്പിയർ ചെയ്യുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ കുടുംബത്തിൽ ഫിനാൻഷ്യലി ഭയങ്കര പ്രിവിലേജ്ഡ് ആയിട്ടുള്ള, ഫിസിക്കലി ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ഒരുപാട് കസിൻസൊക്കെ ഉണ്ട്. പക്ഷെ എൻ്റെ കുടുംബത്തിലെ ആദ്യത്തെ ഡോക്ടർ ഞാനാണ്. അപ്പോൾ അത് പറയുമ്പം എൻ്റെ മാത്രമല്ല, നിങ്ങൾ ഇപ്പം എൻ്റെ കഥ പറയുമ്പം എൻ്റെ ഉമ്മച്ചിയുടെ കൂടെ കഥയാണ്, അല്ലെങ്കിൽ അത് ഒരുപാട് ഡിസേബിൾഡ് ആൾക്കാരുടെ കഥയാണ് കേട്ടോ. അപ്പം ഉമ്മച്ചിയും അപ്പയും അത്രയും ഇതായിട്ട് നിന്നത് കൊണ്ടാണ് ശരിക്കും നേരത്തെ പറഞ്ഞ പോലെ ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. നമ്മൾ എൻട്രൻസ് എഴുതാൻ പോകുമ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഡോക്ടറായിട്ട് വരാം, ഇങ്ങനെ നമുക്കൊരു മെഡിക്കൽ ബോർഡ് ഉണ്ട്, അവർ വിളിച്ചിട്ടാണ് നമുക്ക് അഡ്മിഷൻ തരണോ വേണ്ടേന്നൊക്കെ തീരുമാനിക്കുന്നത്. അപ്പം നമ്മൾ അവിടെ എത്തുന്നു. അവിടെ എത്തിയിട്ട് ഒരുപാട് ഡിസബിലിറ്റി ഉള്ള ആൾക്കാരുണ്ട്, പക്ഷെ അതൊക്കെ മൈൽഡ് ഡിസബിലിറ്റി ഉള്ള ആൾക്കാരാണ്. അപ്പോൾ ഞാനാണ് വീൽ ചെയറിൽ ചെല്ലുന്ന ഒരു കുട്ടി. അപ്പോൾ ഇവർക്ക് ഭയങ്കര കൗതുകമായി, അയ്യോ ഈ കുട്ടീനെ എന്താണ് ഇങ്ങനെ. അപ്പോൾ എന്നോട് പറഞ്ഞു, നിനക്ക് ഞങ്ങൾ ഇപ്പം അഡ്മിഷൻ തരില്ല, ഇനി നീ റിപ്പീറ്റ് ചെയ്ത് വന്നാലും ഞങ്ങൾ അഡ്മിഷൻ തരില്ല എന്ന്. ശരിക്കും ഞാൻ ഭയങ്കരമായിട്ട് തകർന്നു പോയി. ഞാൻ പലതരം നോകൾ കേട്ടിട്ടുണ്ട്, പക്ഷെ അത്രയും ഒരുപാട് ആൾക്കാർ കൂട്ടം ചേർന്ന് പറയുന്നത് ആദ്യമായിട്ടായിരുന്നു കേൾക്കുന്നുണ്ടായിരുന്നത്. അപ്പം ഞാൻ തിരിച്ച് നടന്നു. ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ എന്തായാലും ഇനിയും വരും, ഞാൻ ഇനിയും റിപ്പീറ്റ് ചെയ്ത് പഠിക്കും, നിങ്ങളല്ല ഞാൻ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ പറയാൻ എളുപ്പമായിരുന്നു, പക്ഷെ ഇറങ്ങിയപ്പോഴാണ് എന്നെ പഠിപ്പിക്കാൻ മറ്റേ സ്പോൺസേഴ്സ് ഉണ്ടായിരുന്നു, അവരെല്ലാം പിന്മാറുന്നു, നമ്മൾ എല്ലാവരും ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുമെന്ന് പറയുന്നു. ഡിഗ്രി മോശം കോഴ്സായിട്ടല്ല കേട്ടോ, എൻ്റെ സ്വപ്നം അതല്ല, അതുകൊണ്ടാണ് എനിക്കത് പഠിക്കാൻ താല്പര്യമില്ലാതിരുന്നത്. അങ്ങനെ ഒരു മർക്കസാണ് എന്നെ പഠിപ്പിച്ച്, അവർ പഠിപ്പിക്കാമെന്ന് പറഞ്ഞ് രണ്ടാമതും ഞാൻ എൻട്രൻസ് എഴുതുന്നു. കുറച്ച് ദിവസം മുന്നേ ഞാൻ നടന്നു തുടങ്ങുവാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടേയില്ല, അഥവാ നടന്നിട്ടുണ്ടെങ്കിൽ അത് 2 അടി നടക്കുമ്പോഴത്തേന് താഴെ വീണ് ഫ്രാക്ചറായ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് എനിക്കുണ്ടായിരുന്നത്. അപ്പം ആ ഒരു എൻട്രൻസിൻ്റെ അവരുടെ മുന്നിൽ പോകാൻ വേണ്ടി മാത്രം നടന്നു തുടങ്ങുന്നു, വാക്കർ വെച്ച്. രണ്ടാമതും അവരുടെ മുന്നിൽ പോകുന്നു. അപ്പോൾ അവർ ചോദിച്ചു, പിന്നെയും വന്നോ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ അല്ലേ, നമ്മളുടെ സ്വപ്നമല്ലേ. അപ്പം എൻ്റെ ലൈഫിൽ അതിന് മുന്നേ അതിന് ശേഷമോ ഞാൻ അത്രയും ഡിസ്റ്റൻസ് നടന്നിട്ടില്ല. എനിക്ക് ഫ്രാക്ചർ പോയിൻ്റ് എന്നൊക്കെ ഭയങ്കര പെയിൻ വരുന്നുണ്ടായിരുന്നു, താഴെ വീഴാൻ പോകുന്നുണ്ട്. അവർ ഇരിക്കുകയെന്ന് പറഞ്ഞാലും ഞാൻ അവരുടെ മുന്നിൽ ഇരിക്കില്ല, ഇങ്ങനെ ഓരോ വിഭാഗമായിട്ടാണ് ഇരിക്കുക, ഓർത്തോ ENT അങ്ങനെയൊക്കെ പറഞ്ഞ് ലാസ്റ്റ് ഒരു വലിയൊരു പാനൽ. അപ്പം ഓരോരുത്തരുടെ മുന്നിൽ പോകുമ്പോഴും അവരിയ്ക്കാൻ പറയും, പക്ഷെ ഇരിക്കില്ല, പേടിയാണ്. അങ്ങനെ ഇവർക്ക് വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഞാൻ കോർട്ട് പോകുന്നുള്ളത് അവർക്ക് അറിയാവുന്നത് കൊണ്ടായിരിക്കാം ഞാൻ ഹോമിയോപ്പതിയാണ് ചൂസ് ചെയ്തത്. നമ്മളെ കഴിവ് അറിയുന്നത് പോലെ തന്നെ നമ്മളുടെ കഴിവുകേടുകളും നമ്മൾ അറിയണം എന്നുണ്ട്, നമ്മുടെ ലിമിറ്റേഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു ബാലികയില അങ്ങനത്തെ ഒരു
മലയിലൊന്നും നമുക്ക് പോയിട്ട് അല്ലെങ്കിൽ നമ്മൾക്ക് കൈയെത്താൻ പറ്റുന്ന കാര്യങ്ങളെ എത്തിപ്പിടിക്കുക എന്നുള്ളതിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഹോമിയോപ്പതി ചൂസ് ചെയ്യുന്നു. പക്ഷേ ഞാൻ അഡ്മിഷനൊക്കെ കിട്ടിയിട്ട് നമ്മളെ സീനിയേഴ്സിനൊക്കെ വിളിച്ച് ചോദിക്കുമല്ലോ കോളേജ് എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് മോളെ അങ്ങോട്ടേക്ക് പോകരുത് എന്ന്. കാരണം അത് ഒട്ടും ഡിസേബിൾഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കോളേജല്ല. കേരളത്തിലെ തന്നെ ആദ്യത്തെ ഹോമിയോ മെഡിക്കൽ കോളേജാണ്. പക്ഷെ അവിടെ ആദ്യമായിട്ട് വീൽ ചെയറിൽ പഠിക്കാൻ ചെല്ലുന്ന ഒരു സ്റ്റുഡൻറ്റ് ഞാനാണ്. ഒരു തരത്തിൽ നോക്കുമ്പോൾ അതൊരു ക്രെഡിറ്റാണ് അല്ലേ. പക്ഷേ മറ്റൊരു തരത്തിൽ നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കുട്ടീനെ കാണുമ്പം ടീച്ചേഴ്സിനൊന്നും ഇതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് അറിയാത്തതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവിടെയും സഫർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അവിടെയും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൂട്ടുകാരാണ് ഹെൽപ്പ് ചെയ്തത്. അല്ലെങ്കിൽ ഉമ്മച്ചി എന്നോട് ചോദിച്ചിട്ടുണ്ട് പലതവണ, മോളെ എങ്ങനെയാണ് അവിടുത്തെ അടിച്ചു വരുന്ന ചേച്ചിമാരൊക്കെ ചോദിക്കും, മോളെ എങ്ങനെയാണ് ഇവിടെ നിൽക്കുക, എല്ലാം മുകളിലാണല്ലോ ഉണ്ടായിരുന്നത് എന്നൊക്കെ. അപ്പം അത്രയും ഒരു സ്ട്രഗിള് എൻ്റെ ലൈഫിൽ മറ്റൊരു എൻ്റെ കൂടെ പഠിച്ച ഒരു കുട്ടികൾക്കും ഇങ്ങനൊരു കഥ പറയാനുണ്ടാവില്ല. അവർക്ക് മാർക്ക് കുറഞ്ഞതിൻ്റെ കഥയോ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവാം. പക്ഷേ ഇത്രത്തോളം ജഡ്ജ്മെൻ്റലായിട്ട് സൊസൈറ്റി നമ്മളെ അപ്രോച്ച് ചെയ്യുന്ന ഒരു കഥ വേറെ ആർക്കും പറയാനുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഡിസേബിൾഡ് ആളുകളുടെ ജീവിതത്തിലോട്ട് വരുമ്പം എപ്പോഴും അവരുടെ മെൻറ്റാലിറ്റീനേക്കാളും എനിക്ക് പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളത് സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. എങ്ങനെയാണ് ജീവിക്കുക. എന്നോടൊക്കെ പലപ്പോഴും മുന്നേ ആൾക്കാർ ചോദിക്കാറുണ്ടായിരുന്നത്, നമ്മൾ കുഞ്ഞായിരിക്കുന്ന സമയത്തൊക്കെ ചോദിക്കാറുണ്ടായിരുന്നത്, ഒരു പെൺകുട്ടിയല്ലേ, ഇതിന് അപ്പയുടെ ഉമ്മച്ചിനെയും കാലശേഷം ആരാണ് ഉണ്ടാവുക, ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് വരിക. അതിന് പകരം ഈ കുട്ടിക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും എന്നുള്ള ഒരു അവബോധം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അറിവ് നമ്മളുടെ സൊസൈറ്റിക്ക് ഇപ്പോഴും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഇത് വീൽ ചെയറിൽ ഇരിക്കുക എന്ന് പറയുന്നത് ഒരു പ്രശ്നമുള്ള കാര്യമാണ്. പക്ഷേ അതിനേക്കാളും പ്രശ്നം നമ്മൾ പോകുന്ന സ്ഥലങ്ങളിൽ നമുക്ക് പറ്റിയൊരു അവസ്ഥകളില്ല എന്നുള്ളത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ ഇനിയും മുന്നോട്ട് വരും, ഇനിയും ഒരുപാട് ആൾക്കാർ അവരുടെ കഥ പറയും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ ഇന്നിവിടെ ഇങ്ങനെ ഇരിക്കുമ്പം അത് എനിക്കറിയാം എൻ്റെ ജീവിതത്തിൽ എപ്പോഴും 2 ഓപ്ഷനാണ് ഉണ്ടായിരുന്നത്. ഒന്ന് വിട്ടുകൊടുക്കുക, അല്ലെങ്കിൽ മുന്നോട്ട് പോവുക. മുന്നോട്ട് പോയിട്ട് എന്ത് സംഭവിക്കും നോക്കുക എന്നുള്ളത്. അപ്പം ഞാൻ ചൂസ് ചെയ്തൊരു പാത്ത് എന്ന് പറയുന്നത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പം നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പല ടേണിംഗ് പോയിന്റുകൾ വരും. നമുക്ക് മുന്നോട്ട് പോകണോ അല്ലെങ്കിൽ നമ്മൾ വിട്ടുകൊടുക്കണോ, ഇങ്ങനെ തോന്നുന്ന ഇങ്ങനെയുള്ള അവസ്ഥകൾ വരും. അപ്പം നമുക്കൊന്ന് പോയി നോക്കാം അല്ലേ. നമുക്ക് ചെയ്യാമെന്ന് പറയുന്നതിനേക്കാളും ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്ന് പറയുന്നതിലാണ് കാര്യം തോന്നുന്നു. അപ്പം നമുക്ക് ഇതിനൊക്കെയുള്ളൊരു സ്ട്രെങ്ത് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ ഈ പുറമെ കാണുന്നതൊന്നും അല്ല, നമ്മളുടെ ഉള്ളിൽ നമ്മളുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള ഒരു സ്ട്രെങ്ത് എല്ലാ ആളുകളുടെയും ഉള്ളിലുണ്ട്. നമ്മളുടെ ഒരു സന്തോഷത്തിൻ്റെയും നമ്മളുടെ ശക്തിയുടെയും ഒക്കെ ഒരു കീ നമ്മളുടെ കയ്യിൽ ദൈവം തന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ പലപ്പോഴും അത് കാണാതെ പോകുന്നതുകൊണ്ടാണ് നമുക്കിതെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എന്നെക്കൊണ്ടിത് പറ്റില്ല എന്നൊക്കെ തോന്നുന്നത്. അപ്പം നമ്മളെ വിശ്വസിക്കാൻ മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ശരിക്കും നിങ്ങൾക്ക് മോട്ടിവേഷൻ അങ്ങനെയൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. മോട്ടിവേഷൻ എന്നുള്ളത് നമ്മളുടെ ഉള്ളിൽ നിന്ന് തന്നെ വരണം അല്ലേ. എൻ്റെ ജീവിതത്തിലെ വലിയ റോൾ മോഡൽ ആരാന്ന് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ പേര് തന്നെയാണ് പറയുക. കാരണം എന്നോളം പ്രശ്നം അനുഭവിച്ച വേറെ അത്രയും അടുത്തറിഞ്ഞിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പം എനിക്ക് പറ്റിയല്ലോ. അപ്പം ഇപ്പോഴും ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ വരും. അപ്പം ഞാൻ ആലോചിക്കും, ഞാൻ അവിടെ നിന്ന് ഇവിടം വരെ എത്തിയില്ലേ, ഇതിനങ്ങോട്ടേക്കും എനിക്ക് പോകാൻ എന്നുള്ളൊരിതുണ്ട്. അപ്പം നിങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ പറ്റും. പിന്നെ WMF എന്ന് പറയുന്നത് വലിയൊരു കൂട്ടായ്മയാണല്ലോ. അപ്പം നിങ്ങൾ വിചാരിച്ചാൽ ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും. നമുക്ക് ഇപ്പം ഡിസബിലിറ്റിയെ നമ്മൾ അപ്രോച്ച് ചെയ്താൽ തന്നെ ഞാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിനേക്കാളും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഡിസബിൾഡ് ആൾക്കാർ ചുറ്റുമുണ്ട്. അപ്പം അവർക്കൊക്കെ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറ്റും. അതിന് WMFന് പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. വേറെ പ്രത്യേകിച്ച് അങ്ങനെ കാര്യങ്ങളൊന്നും പറയാനില്ല. സന്തോഷം ഇവിടം വരെ വരാൻ കഴിഞ്ഞതിലും നിങ്ങളെ കാണാൻ കഴിഞ്ഞതിലും ഒക്കെ ഒരുപാട് അത്ഭുതങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ WMFന്